ഹലോ, എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. കലാത്തിയ പ്ലാന്റ്സിന് പറ്റിയൊരു കാലാവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ കലാത്തിയ പ്ലാന്റ്സ് മേടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ടൈമാണ്. ഈ ഒരു ടൈമിൽ കലാത്തിയ പ്ലാന്റ്സ് മേടിച്ച് നട്ട് ബുഷിയായി കഴിഞ്ഞാൽ നല്ലപോലെ വേനൽ വരുന്ന ടൈമിൽ നമ്മൾ അതിനെടുത്ത് ശരിക്കും ഷെയ്ഡിൽ കൊണ്ടു വെച്ച് തണുപ്പും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റ്സ്. കലാത്തിയ പ്ലാന്റ്സിന് പൊതുവേ മറ്റുള്ള പ്ലാന്റ്സുകൾ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളൊന്നും വരാത്തൊരു പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റ്സ്. അതേപോലെ തന്നെ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൽ വരുന്ന ഡിസൈനാണ്. നല്ല നല്ല ഡിസൈനാണ് കലാത്തിയ പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലതരം വെറൈറ്റിയിലുള്ള ഡിസൈൻസാണ്. അതേപോലെ തന്നെ അതിൻ്റെ കളറും നമുക്ക് ഒരുപാട് ആകർഷിക്കുന്ന ഒരു കളറുകളാണ് അതിൻ്റെ എല്ലാ കളറുകളും. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു കോംബോ പറയുന്നുണ്ട്. ആ കോംബോ എല്ലാവരും കണ്ടു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നമ്മുടെ നഴ്സറി ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിൽ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹോം ഗാർഡൻ ആണ് കേട്ടോ നമ്മുടെ നഴ്സറി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ് കളക്ട് ചെയ്യാവുന്നതാണ്, വന്ന് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക്. അതേപോലെ നിങ്ങൾക്ക് കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വളങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ നമുക്കറിയാവുന്ന അറിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരാം. കലാത്തിയ പ്ലാന്റ്സിന് നമ്മൾ ഒരിക്കലും വെയിൽ പറ്റില്ല. വെയിലാണ് ഇതിൻ്റെ മുഖ്യ ശത്രു. വെയിലില്ലാതെ തന്നെ നമുക്ക് പ്ലാന്റ് ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെയിലടിക്കാതെ നല്ല തണുത്ത പ്രതലത്തിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റ്സ്. അതേപോലെ തന്നെ ഒരുപാട് പേര് മേടിച്ചിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമാണ് കലാത്തിയ പ്ലാന്റ്സ് എങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ളത്. കലാത്തിയ പ്ലാന്റ്സ് നശിച്ചു പോകുന്നതിൻ്റെ കാരണം അതിന് വെയിൽ പറ്റില്ല, അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തണുപ്പ് കൊടുക്കുക കലാത്തിയ പ്ലാന്റ്സിന്. പലതരം വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മളെല്ലാം തന്നെ ഷൂട്ട് തിരിച്ച് നട്ടുവെച്ച പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഫുൾ പോട്ട് വേണമെങ്കിൽ ഫുൾ പോട്ടായിട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ കോംബോയിൽ നമ്മൾ 7 പ്ലാന്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രിംസൺ, റോസി, ധോത്തി, അതേപോലെ തന്നെ സിൽവർ കളറ്, ഓർബിഫോളിയ, അങ്ങനെ 7 ടൈപ്പ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ കോംബോയിലുള്ളത്. ഈ 7 പ്ലാന്റ്സിൻ്റെ റേറ്റ് വരിക 500 രൂപയാണ് കേട്ടോ. 500 + CC ആണ് നമുക്ക് ഈ പ്ലാന്റിന് റേറ്റ് വരിക. അപ്പോൾ ഈ കോംബോ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നമ്മൾ തരുന്ന സൈസാണ് നമ്മൾ ഈ കോംബോ ഇപ്പോൾ കാണിക്കുന്നത്, തരുന്ന സൈസുകളാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ.